നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹത്രാസ് അപകടത്തിന് പിന്നിൽ അട്ടിമറിയോ? ഹത്രാസ് അപകടത്തിന് പിന്നിലെ ദുരൂഹതകൾ ഇപ്പോഴും പൂർണ്ണമായും ഒഴിയുന്നില്ല. ഹത്രാസിൽ കഴിഞ്ഞ ദിവസം സത്സംഗത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 130-ലധികം പേർ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന സംശയമാണ് UP പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ളത്. കാരണം ഹത്രാസ് എന്നത് ഒരു ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയാണ്. ഹത്രാസിൽ നേരത്തെ തന്നെ അട്ടിമറിക്ക് രാജ്യത്തെ തീവ്രവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നു. ഹത്രാസിൽ കൂട്ടക്കലാപത്തിനും കൂട്ടക്കുരുതിക്കും ശ്രമം നടന്നിരുന്നു. അതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യമാണ്. ആ ഹത്രാസ് ഗൂഢാലോചന കേസിൽ, കൂട്ടക്കലാപ കേസിൽ ഇപ്പോഴും KP കമാൽ അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യാന്തര കുറ്റവാളികൾ ജയിലിലാണ്. മലയാളിയായ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനടക്കം ആ കേസിൽ UPയുടെ ജയിലിലായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ ജാമ്യം ലഭിച്ച് പുറത്താണ്. എന്നാൽ പിന്നാലെ നടന്ന അന്വേഷണത്തിൽ ഹത്രാസ് ഗൂഢാലോചന കേസിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് CBIക്കും അതുപോലെ ദേശീയ സുരക്ഷാ ഏജൻസികൾക്കും ലഭിച്ചത്. അത്തരത്തിൽ എല്ലാ കാലത്തും രാജ്യത്തെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്ന ഒരു മണ്ണായിരുന്നു ഹത്രാസ്. ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഹൈന്ദവ ഭൂരിപക്ഷ മേഖല, ഹൈന്ദവർ മാത്രമെന്ന് ഏറെക്കുറെ പറയാം, ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയാണ് ഹത്രാസ്. ക്ഷേത്രങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളുമായി കഴിയുന്ന ഒരു ജനത. അതിനിടയിലേക്ക് അശാന്തി പടർത്താനുള്ള ശ്രമം കാലാകാലങ്ങളായി നടന്നിരുന്നു. അവിടെയാണ് ഈ ഹത്രാസിലെ കഴിഞ്ഞ ദിവസം നടന്ന ഈ അനിഷ്ട സംഭവത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഉത്തർപ്രദേശിൻ്റെ പോലീസിന് തന്നെ സംശയം ഉടലെടുക്കുന്നത്. അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം അപകടം നടന്ന സത്സംഗം സംഘടിപ്പിച്ച വിവാദ ആൾ ദൈവം ഭോലെ ബാബ അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ സത്സംഗം നടന്ന കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ വേദിയിലേക്ക് അഖിലേഷ് യാദവ് എത്തി സത്സംഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന കാര്യം. അന്ന് അഖിലേഷ് യാദവ് ആ വേദിയിൽ പങ്കെടുത്തതിന് പിന്നാലെ അദ്ദേഹം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരുന്നു, ഈ ദൃശ്യങ്ങളടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട്. അന്ന് അഖിലേഷ് യാദവ് പറഞ്ഞത് നാരായൺ സാക്കർ ഹരി എന്നേക്കുമായി പ്രകീർത്തിക്കപ്പെട്ടേക്കും എന്ന അഖിലേഷ് യാദവിൻ്റെ പഴയ ട്വീറ്റ് അറം പറ്റിയതുപോലെയുള്ള വാക്കുകളായി മാറി. അതേ വേദിയിൽ അതേ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അവിടെ കൂട്ടമരണമുണ്ടായിരിക്കുന്നത്, കൂട്ടക്കുരുതി ഉണ്ടായിരിക്കുന്നത്. 2023 ജനുവരി 3 ഭോലെ ബാബ എന്ന് വിളിക്കുന്ന നാരായൺ സാക്കർ ഹരിയുടെ സത്സംഗ വേദിയിലെത്തിയ അഖിലേഷ് യാദവാണ് ആ പരിപാടിയിൽ മുഴുനീളം പങ്കെടുത്ത ശേഷം പിന്നാലെ അതിലെ ദൃശ്യങ്ങളടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. അന്ന് സത്സംഗവേദി സന്ദർശിച്ച അഖിലേഷ് യാദവ് ഭോലെ ബാബയെക്കുറിച്ച് വാതോരാതെയാണ് പുകഴ്ത്തി സംസാരിച്ചത്. ഭോലെ ബാബയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മൂടുകയായിരുന്നു അഖിലേഷ് യാദവ് അന്ന് ചെയ്തത്. അതിനുശേഷമാണ് ചിത്രങ്ങൾ സഹിതം ട്വീറ്റ് ചെയ്തുകൊണ്ട് അഖിലേഷ് യാദവ് ഭോലെ ബാബയെ പുകഴ്ത്തി പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉത്തർപ്രദേശിൽ ഭോലെ ബാബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളി അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയുടെ നിരവധി MLA-മാരടക്കമുള്ളവർ ഭോലെ ബാബയുടെ ശിക്ഷഗണങ്ങളിൽ പെടുന്നു. അപ്പോൾ ഇപ്പോൾ നടന്ന സംഭവത്തിന് ശേഷം ഭോലെ ബാബ എന്ന ആൾ ദൈവത്തിനെ കാണാനില്ല. ആരാണ് ഭോലെ ബാബയെ സംരക്ഷിക്കുന്നത്? ആരാണ് ഭോലെ ബാബയ്ക്ക് ഒളിയിടം ഒരുക്കുന്നത്? കഴിഞ്ഞ ദിവസം അവിടെ ആൾ ദൈവം ഭോലെ ബാബയുടെ ഈ സത്സംഗ പരിപാടിയിൽ അപകടമുണ്ടായി. മനഃപൂർവ്വമായി സംഘാടകർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കൂട്ടമരണത്തിന് ഉത്തരവാദിയായി. പിന്നാലെ ഭോലെ ബാബ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ഭോലെ ബാബയെ രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറ്റിയതിന് പിന്നിൽ സമാജ്വാദി പാർട്ടിയുടെ ഉന്നതർക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഉത്തർപ്രദേശിലാണ് ഈ സംഭവം ഉണ്ടായത്, ഹത്രാസിലാണ് സംഭവം ഉണ്ടായത്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്, യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. അപ്പോൾ സ്വാഭാവികമായും ഇത് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉത്തർപ്രദേശ് സർക്കാരിന് തന്നെയാണ്. സർക്കാരിൻ്റെ കീഴിലുള്ള ഭരണകൂടങ്ങൾ അനുമതി നൽകിയാണ് ഇത്തരമൊരു സത്സംഗം നടന്നത്. എന്നാൽ ആ ഭരണകൂടങ്ങൾ നൽകിയത് 80,000 പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു സത്സംഗത്തിനുള്ള അനുമതിയാണ്. എന്നാൽ പങ്കെടുത്തതോ 2.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. അപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. അപ്പോൾ ഈ ഭോലെ ബാബയുടെ പരിപാടി വർഷാവർഷം ഈ പ്രദേശത്ത് നടക്കാറുണ്ട്.
വയലുകളിൽ ഒക്കെ വലിയ തോതിലുള്ള പന്തല് കെട്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായ രാഷ്ട്രീയ പിന്തുണ ഭോലെ ബാബയ്ക്ക് വലിയ തോതിലുണ്ടായിരുന്നു. അത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയായിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഭോലെ ബാബ. അഖിലേഷ് യാദവ് സ്ഥിരമായി അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഭോലെ ബാബയോട് പുകഴ്ത്തിക്കൊണ്ട് വലിയ തോതിൽ സംസാരിച്ചിട്ടുണ്ട്. ഭോലെ ബാബ വലിയ പ്രസിദ്ധനായ വ്യക്തിയാണെന്നും ഇത് അവസ്മരണീയമായ മുഹൂർത്തമാണെന്നും അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ അഖിലേഷ് യാദവുമായുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നടന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റില്ല. കാരണം രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നു. ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിലെത്തുമെന്ന് പറയുകയും അധികാര കസേര കൊതിച്ചിരിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇരുമയും ഒരു ശരീരവുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തിച്ചവരാണ്. അതിനുശേഷമോ പാർലമെന്റിലും പുറത്തും നരേന്ദ്രമോദിയെ മനസ്സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പാർലമെന്റിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പാർലമെന്റ് സമ്മേളനം മുഴുവൻ അലങ്കോലമാക്കുന്ന കോൺഗ്രസിന്റെ നടപടി. എന്തിനേറെ പറയുന്നു, ഹൈന്ദവരെ മുഴുവൻ കഴിഞ്ഞ ദിവസം ആക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ നടപടി. ഹൈന്ദവർ അക്രമകാരികളാണെന്ന് പറഞ്ഞ് ഹൈന്ദവരെ മുഴുനീളം അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ നടപടി. ഭഗവാൻ പരമശിവനെ പോലും ഇകഴ്ത്തിയ നടപടി. ഭഗവാൻ പരമശിവന്റെ ചിത്രങ്ങൾ പോലും രാഷ്ട്രീയ നേട്ടത്തിനായി വലിച്ചഴിച്ചുകൊണ്ട് ഭഗവാനെ പോലും ആക്ഷേപിച്ച, നിന്ദിച്ച ആ നടപടി. അത്തരം നടപടികൾ ചെയ്യുന്ന ഈ ആളുകൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അട്ടിമറി ചെയ്യാൻ മടിയുണ്ടാകുമെന്നാരും കരുതുന്നില്ല. ഇതിന് പിന്നിൽ ആരാണെന്നോ അല്ലെങ്കിൽ ഏതാണെന്നോ ഉള്ള ആക്ഷേപങ്ങളല്ല ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ UP പോലീസിന് പോലും സംശയമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം കഴിഞ്ഞ ദിവസത്തെ ഈ അനിഷ്ട സംഭവത്തിന് പിന്നിലുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളുടെ കളികൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ? സാധാരണയായി ഇത്തരം സത്സംഗങ്ങൾ നടക്കുമ്പോൾ അവിടെ സമാധാനപരമായിട്ടാണ് വരുന്ന ഭക്തരൊക്കെ തന്നെ വരുന്നതും പോകുന്നതും. പ്രത്യേകിച്ച് ഹത്രാസ് പോലെയുള്ള ഒരു മേഖല എന്നത് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ മേഖലയാണ്. ഏറെക്കുറെ ഹിന്ദുക്കളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഒരു സത്സംഗമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയത്. അതും സ്ത്രീകളും കുട്ടികളും അടക്കം. വലിയ വിശ്വാസികളാണവർ. ആ വിശ്വാസത്തിൻ്റെ അവരെ വിശ്വാസത്തിൽ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ആൾ ദൈവങ്ങൾ, ഇത്തരം കള്ളസന്യാസിമാരൊക്കെ തന്നെ അവരവരുടെ കാര്യങ്ങൾ നേടുന്നതും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതും. എന്നാൽ പാവങ്ങളായ വിശ്വാസികൾ അതിൽ ആകൃഷ്ടരാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഹത്രസിൽ നടന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയ്ക്ക് സാധ്യതയുണ്ട്. ഹത്രസിൽ നടന്നതിന് പിന്നിൽ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് UP പോലീസ് സംശയിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം 130ഓളം പേരുടെ ജീവനെടുത്ത അപകടത്തിന് ശേഷം ആൾ ദൈവം മുങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഭോലെ ബാബയെ കാണാനില്ലെന്ന് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു. ബാബയെ അധികൃതർ തന്നെ മുഖ്യതാണെന്നുള്ള സൂചനയുണ്ട്. ബാബയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ഉത്തർപ്രദേശിൽ ലഭിക്കുന്നു. അത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം ഗൂഢാലോചനയാണോ അതോ അപകടമാണോ എന്നറിയാൻ ഉന്നതതല അന്വേഷണം നടത്തുമെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഹത്രാസ് സംഭവത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. 80ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹങ്ങൾ ആശുപത്രി പരിസരത്ത് നിരത്തിയിട്ടിരിക്കുന്നതും ബന്ധുക്കൾ വിലപിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചതെന്ന് ഹത്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് ആശിഷ് കുമാർ പറഞ്ഞു. പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഗ്ര അഡീഷണൽ DGPയെയും അലിഗഡ് ഡിവിഷണൽ കമ്മീഷണറെയും സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ അനുശോചിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ നിർദ്ദേശിച്ചു. മന്ത്രിമാരായ ലക്ഷ്മി നാരായൺ ചൗധരിയും സന്ദീപ് സിംഗും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഇറ്റ ജില്ലയിൽ ജനിച്ച ഭോലെ ബാബ ഇന്റലിജൻസ് വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. 26 വർഷം മുൻപ് ജോലി ഉപേക്ഷിച്ച് മതപ്രഭാഷണം നടത്താൻ തുടങ്ങിയെന്നും അവകാശവാദം ഉന്നയിക്കുന്നു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് അനുയായികളാണ് ഭോലെ ബാബ എന്ന ആൾ ദൈവത്തിനുള്ളത്.